അനന്തും അച്ചമ്മയും കൂടി വൈകിട്ട് അമ്പലത്തിലേക്ക് പോയ സമയം അനിതയുടെ വീഡിയോ കോൾ വന്നതും ലച്ചു പെട്ടെന്നെടുത്തു. ഹലോ ലച്ചു. ഇന്നാ മോളെ. അനിത ഫോൺ വേഗം ഗൗരിക്ക് നൽകി. മോളെ. ലച്ചു ഗൗരിയെ സ്ക്രീൻ കണ്ടതും വിളിച്ചു. തൊട്ടടുത്ത് സരസ്വതി അമ്മയും ഭാനുവും മാളും രവിയുമുണ്ട്. ലച്ചുമ്മ. അവളുടെ ക്ഷീണസ്വരത്തിൽ വിളിച്ചു. വേദനയുണ്ടോ കുഞ്ഞ്? മരുന്നുണ്ട് ലച്ചുമ്മ. വേദന അറിയുന്നില്ല. മരുന്നിൻ്റെ സമയം ആകുമ്പോഴേക്കും വേദന തുടങ്ങുകയാണ്. മാറിക്കൊള്ളു മോളെ. ഗൗരി സംസാരിക്കുമ്പോഴും സ്ക്രീനിലൂടെ അവളുടെ കണ്ണുകൾ ആരെയോ തിരിയുന്നത് പോലെ ലച്ചുവിന് തോന്നി. മോളെ. മാളു. കണ്ണൻ എവിടെ? ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പച്ചി. ബാത്റൂമിലാണ്. കുളിച്ചോ നീയ്? ഇന്നലെ വന്നപ്പോഴേ കുളിച്ചു. ദേഹത്ത് ആകെ അഴുക്കായിരുന്നു രക്തത്തിൻ്റെ. ഇന്ന് അച്ചമ്മ നനച്ച് തുടച്ചു തന്നു. അമ്മമ്മ. ഭാനുവമ്മ. ഗൗരി എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. വേഗം മാറൂട്ടോ എൻ്റെ കുട്ടിയുടെ അസുഖം. ഞങ്ങളെല്ലാവരും കൂടെ വരുന്നുണ്ട് ഒരു ദിവസം എൻ്റെ കുട്ടിയുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കാൻ. വരുമോ അമ്മമ്മ? എന്നാ വരാ? എനിക്കവിടെ നിന്നിട്ട് മതിയായില്ലായിരുന്നു അമ്മമ്മ. മാളു എവിടെ? മാളു. പൂവാലി എന്തെടുക്കുക? നീ കണ്ടോ ഇന്ന്? അതിൻ്റെ കഴുത്തിൽ നീ മണി കെട്ടിക്കൊടുത്തോ? ഇന്ന് കെട്ടിക്കൊടുക്കാമെന്ന് കരുതിയതായിരുന്നു അല്ലേ മാളു? ഗൗരി ഇടം കൈകൊണ്ട് കണ്ണൊന്ന് തുടച്ചു. ഇല്ല ഗൗരി, നീ പോയപ്പോൾ എൻ്റെ ഉത്സാഹവും പോയി. ഞാൻ കെട്ടിക്കൊടുത്തിട്ട് വീഡിയോ അയച്ചു തരാം. ഈ സമയമാണ് ആദി വന്നത്. അവൻ വന്നതും മാളു ഫോൺ അവൻ്റെ കയ്യിൽ കൊടുത്തു. ഓരോരുത്തരായി അവിടെ നിന്നും പുറത്തേക്ക് പോയി. ആദിയെ സ്ക്രീനിൽ കണ്ടതും അനിതയും റൂമിൽ നിന്നും പോയി. ആദി സ്ക്രീനിലേക്ക് തന്നെ ഒരു നിമിഷം നോക്കി നിന്നു. ഗൗരിയും കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കിയിരിപ്പാണ്. നന്ദൂട്ടി. ആദിയാണ് സംസാരത്തിന് തുടക്കമിട്ടത്. അവളൊന്ന് മൂളി. നീ എന്തോ കഴിച്ച്? ഭക്ഷണം നന്നായി കഴിക്കട്ടോ. ആകെ ക്ഷീണിച്ചു. ഒരുപാട് ബ്ലഡ് പോയതല്ലേ. അച്ചമ്മ തരുന്നതൊക്കെ മടി കൂടാതെ കഴിക്കണം. അവൾ അതിനും മൂളുക മാത്രമേ ചെയ്തു. എന്നോടൊന്നും ചോദിക്കാനില്ലേ മോളെ? എന്തേ എൻ്റെ വാട്സപ്പ് മെസ്സേജ് നോക്കാതെ? അത് ആദ്യമായിട്ടാ അച്ചമ്മക്ക് സങ്കടമാകും. അച്ചമ്മ ഒരുപാട് കരഞ്ഞു. അച്ചമ്മക്ക് സമ്മതമല്ല എന്നാ തോന്നുന്നത്. എനിക്ക് മറക്കാൻ പറ്റണില്ല. ആദ്യേട്ടൻ്റെ മെസ്സേജ് തുറന്നു നോക്കിയാൽ എനിക്ക് അച്ചമ്മയെ ധിക്കരിക്കേണ്ടി വരുന്നാലോ? അതാ ഞാൻ എന്താ ചെയ്യുക ആദ്യേട്ടാ? എൻ്റെ കുഞ്ഞ് കരയാതെ. എല്ലാം ശരിയാകും. അച്ചമ്മ സങ്കടം വന്നിട്ട് പറഞ്ഞതല്ലേ. കുറച്ച് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം മുത്തശ്ശൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കുട്ടി കരയല്ലേ. മുറിവ് വേദനിക്കും. സ്റ്റിച്ചുള്ളതല്ലേ. ശ്രദ്ധിക്കണം കേട്ടോ എൻ്റെ മോള്. ഒന്ന് ചിന്തിക്കല്ലേ. ആദ്യേട്ടൻ കൂടെ ഉണ്ടാകും. അച്ചമ്മയുടെ സമ്മതത്തോടെ തന്നെ നമുക്ക് ജീവിക്കാം നന്ദുട്ടി. ഇനി കണ്ണു നിറക്കരുത്. നാളെ ഇവിടെ നിന്നും പോകുകയാണ്. ഓഫീസ് കാര്യങ്ങളെല്ലാം അവതാളത്തിലാണ്. അവിടുന്ന് വരാൻ പറ്റുകയാണെങ്കിൽ വരാൻ നോക്കാം. വരണോ ഞാൻ? ആദ്യം ഒന്നുകൂടി ഊന്നി ചോദിച്ചു. കാണാൻ തോന്നുന്നു ആദ്യേട്ടാ. വന്നാൽ അച്ചമ്മക്ക് സങ്കടാവോ? അതാണ് ആലോചിക്കുമ്പോഴേ അവൾ തല താഴ്ത്തിപ്പോയി. സാരല്ല, എല്ലാം ശരിയായിട്ട് ഞാൻ വരാം. ഇടയ്ക്ക് അനിതമ്മയുടെ ഫോണിലൂടെ ഇങ്ങനെ കാണാം. ആദ്യേട്ടാ, ഗായത്രി അവളെ തല്ലിയോ ലക്ഷ്മണ മാമ? മാളു പറഞ്ഞു തല്ലിയെന്ന്. ആ കുട്ടിക്ക് മാനസികമായിട്ട് എന്തോ ബുദ്ധിമുട്ടുണ്ട്. അതാ അങ്ങനെ ചെയ്തത്. അവളെ ഒന്ന് ശ്രദ്ധിക്കൂ. ചില നേരത്തെ സ്വഭാവം അവൾ നോർമൽ അല്ലാത്ത പോലെ തോന്നാറുണ്ട് എനിക്ക്. നിന്നെ ഉപദ്രവിച്ചിട്ടും നീ അവളെ കുറിച്ചാണോ ചിന്തിക്കുന്നത് നന്ദുട്ടി? അത് അവളുടെ മാനസിക വിഭ്രാന്തിയാകും ഇങ്ങനെ തോന്നിപ്പിക്കുന്നേ. എല്ലാവരും കുറ്റപ്പെടുത്തുമ്പോൾ വാശി കൂടും ഇങ്ങനെയുള്ളവർക്ക്. അവളുടെ റൂമൊക്കെ ഒന്ന് പരിശോധിക്കേ. അവളുടെ റൂമിൻ്റെ അടുത്തുകൂടെ പോയപ്പോൾ ഞാൻ കണ്ടു അവൾ കയ്യിലേക്ക് എന്തോ വെക്കാൻ നിൽക്കുന്നത്. എന്നെ കണ്ടതും പെട്ടെന്ന് മാറ്റിക്കളഞ്ഞു. ഞാൻ നോക്കട്ടെ. ശരി മോളെ, നല്ല ക്ഷീണമുണ്ട്, കിടന്നു. ആദ്യേട്ടാ. അവൻ വെക്കാൻ നിന്നതും ഗൗരി അവനെ ഒന്നുകൂടെ വിളിച്ചു. എന്തേ നന്ദോട്ടി? ആദ്യേട്ടൻ ഹെൽത്ത് ശ്രദ്ധിക്കൂ. മുഖത്തെ പ്രസരിപ്പൊക്കെ പോയി. കലിപ്പൻ ബോസിൻ്റെ ആ എടുപ്പൊന്നുമില്ല. താടിയും മീശയും ഒക്കെ ശരിയാക്കുക. നല്ല ചുള്ളനായിട്ട് വേണം ഓഫീസിൽ പോകാൻ. ആ നിശ കാണാഞ്ഞിട്ട് ക്ഷമ കെട്ടിയിരിക്കുന്നുണ്ടാകും. അവൾ കള്ളച്ചിരിയോടെ പറഞ്ഞു. ആദിക്ക് ഉള്ളം വല്ലാതെ തുടിച്ചുപോയി ആ ചിരി കണ്ടപ്പോൾ. ആദ്യ അവളുടെ ചുണ്ടിലേക്ക് തന്നെ നോക്കി നിന്നു. ഏയ്, കേട്ടില്ലേ പറഞ്ഞത്? അതെ, എല്ലാം കേട്ടു. വയ്യാത്ത കുഞ്ഞല്ലേ. ഏട്ടൻ ക്ഷമിച്ചു. ഇനി കാണുമ്പോൾ ഇതിനുള്ള മറുപടി തരാം കുഞ്ഞാ. ഇരുവരുടെയും മനസ്സൊന്ന് തണുത്തു. ഗൗരി കട്ടായ ഫോണും മാറോടണച്ച് കണ്ണുകളടച്ച് ബെഡിലേക്ക് ചാരിക്കിടന്നു.
ഇത് കണ്ടുകൊണ്ടാണ് അനിത കയറി വരുന്നത്. മോളെ, അമ്മയുടെ വിളി കേട്ടതും അവൾ കണ്ണുകൾ മെല്ലെ തുറന്നു. കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. എന്തേ അമ്മയുടെ മോൾ കരഞ്ഞോ? അവർ അവളുടെ അടുത്തേക്ക് വന്നു. തലയിൽ തലോടി. അമ്മ, എനിക്ക് ഹൃദയം പൊട്ടുന്ന പോലെ തോന്നുക. എനിക്ക് പറ്റുന്നില്ല അമ്മ. ആദ്യേട്ടനെ മറക്കാൻ പറ്റണില്ല. അച്ഛമ്മ വേണ്ട എന്ന് സമ്മതമില്ലാതെ എന്താ ചെയ്യുക? ഞാൻ അച്ഛമ്മക്ക് ഇഷ്ടമില്ല എന്ന് തോന്നിയ ഒന്നും ഞാൻ പിന്നെ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ആദ്യേട്ടനെ ഓർക്കാതിരിക്കാൻ എനിക്ക് പറ്റണില്ല. ഏട്ടൻ്റെ സ്ഥാനത്ത് വേറൊരാളെ. അയ്യോ, അതെനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയണില്ലല്ലോ ഈശ്വര. അവൾ പൊട്ടി പൊട്ടി കരയുകയാണ്. അയ്യോ മോളെ, സ്റ്റിച്ച് പൊട്ടും. ഇങ്ങനെ കരയാതെ. ഈശ്വരൻ നിശ്ചയിച്ചതേ നടക്കൂ മോളെ. ഈശ്വരൻ നിൻ്റെ പാതിയായി കണ്ണനെയാണ് വിധിച്ചതെങ്കിൽ അത് ആർക്കും തടുക്കാനാവില്ല മോളെ. അമ്മയുടെ കുഞ്ഞ് സമാധാനപ്പെടുക. എന്നാൽ ഇതെല്ലാം കേട്ട് വാതിലിന് പുറത്ത് പ്രഭാമ ഉണ്ടായിരുന്നു. അനന്തു അമ്മയെ അമ്പലത്തിൽ നിന്നും തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിലിറക്കി പോയതായിരുന്നു. അനിത വരുന്നത് കണ്ടതും പ്രഭാമ അവിടെ നിന്നും മാറിക്കളഞ്ഞു. മോനെ ഗിരി, ഓടിവാ. രാധിക ഗായത്രിയുടെ റൂമിൽ നിന്ന് അലറി വിളിക്കുകയാണ്. അമ്മയുടെ നിലവിളി കേട്ട് അടുത്ത തൻ്റെ റൂമിൽ നിന്നും ഗിരി ഓടി വന്നു. താഴെ നിന്ന് ലക്ഷ്മണനും സൂര്യവർമ്മയും എല്ലാം ധൃതിയിൽ വരുന്നുണ്ട്. ഗിരി ഗായത്രിയുടെ റൂമിലേക്ക് കയറിയതും കാണുന്നത് വായിൽ നിന്ന് നുരയും പതയും വന്ന് കിടന്ന് പിടയുന്ന ഗായത്രിയെയാണ്. രാധിക അവളുടെ തലയിൽ മടിയിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട്. മോനെ, വേഗം വാ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോ എൻ്റെ കുഞ്ഞ്, അവർ നിലവിളിയോടെ പറയുകയാണ്. അപ്പോഴേക്കും താഴെയുള്ളവരും റൂമിൽ എത്തിയിരുന്നു. ഗിരി അവളെ വാരിയെടുത്ത് സ്റ്റെപ്പുകൾ ഓടിയിറങ്ങി. അപ്പോഴേക്കും ഡ്രൈവർ കാർ മുറ്റത്തേക്ക് ഇറക്കിയിരുന്നു. രാധിക കാറിലേക്ക് കയറിയിരുന്നു. ഗിരി ഗായത്രി അവരുടെ മടിയിലേക്ക് ചെരിച്ചു കിടത്തി. അവൻ കാർ ഡ്രൈവർ സീറ്റിലേക്ക് കയറി. ബാക്കിൽ ലക്ഷ്മണൻ കാറുമായി ഇറങ്ങി. അതിലേക്ക് സൂര്യവർമ്മയും യശോദാമ്മയും കയറി. കാർ സ്പീഡിൽ വിട്ടു. ഹോസ്പിറ്റൽ വേഗം ICUവിലേക്ക് കയറ്റി. അപ്പോഴേക്കും മച്ചിലോടത്തുള്ളവരും അവിടെ എത്തിയിരുന്നു. ജീത്തുവും ആദിയും രവി മുത്തശ്ശനും. 1/4 മണിക്കൂറിന് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു. ഡോക്ടറെ കണ്ടതും അവിടെ ഇവിടെയായി നിന്നിരുന്ന എല്ലാവരും ശ്രദ്ധ അങ്ങോട്ടേക്കായി. ഡോക്ടറെ കണ്ടതും ആദി ധൃതിയിൽ അടുത്തേക്ക് ചെന്നു. ആദി, നിന്റെ റിലേഷനാണോ അകത്ത്? അതെ സച്ചു, എൻ്റെ കസിനാണ്, അമ്മാവൻ്റെ മകൾ. ഓ, നീയും വേറെ ഒരാളെയും കൂട്ടി എൻ്റെ ക്യാബിനിലേക്ക് വാ. അത് പറയുമ്പോൾ ഡോക്ടർ സച്ചിതിൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു നിന്നിരുന്നു. ആദി ഗിരിയെ ഒന്ന് നോക്കി. നിങ്ങൾ പോകൂ. സൂര്യവർമ്മ അവരെ പറഞ്ഞയച്ചു. ആദി, ഞാൻ മുഖവിലയില്ലാതെ പറയാം, നിന്റെ കസിൻ ഡ്രഗ് അഡിക്റ്റാണ്. ഡോക്ടറുടെ വായിൽ നിന്ന് വാക്കുകൾ കേട്ടതും ഇരുവരുടെയും ചെവികൾ കൊട്ടിയടഞ്ഞ പോലെയായി. ഗിരി അന്താളിപ്പോടെ ആദിയെ നോക്കി. സച്ചു, നീ എന്താ ഈ പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ആദി വെപ്രാളത്തോടെ വീണ്ടും ചോദിച്ചു. അതെ ആദി, ആ പേഷ്യൻ്റ് കൂടുതൽ അളവിൽ ഡ്രഗ് യൂസ് ചെയ്തു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഇന്ന് ഉണ്ടായത്. അതും ഉപയോഗിച്ച ഐറ്റം പുറത്തറിഞ്ഞാൽ പിന്നെ പുറം ലോകം കാണില്ല ആ കുട്ടി. നീ പറഞ്ഞു വരുന്നത്? അതെ ആദി, സാധനം അതുതന്നെ. കുറഞ്ഞ അളവിൽ തന്നെ മനുഷ്യനെ കാർന്നു തിന്നുന്ന ആ വസ്തു തന്നെ. സച്ചു, ഇത് ആർക്കെങ്കിലും അറിയോ? പുറത്ത് അറിയിക്കാത്ത വിധം നീ എന്തെങ്കിലും ചെയ്യ്. നിന്നെ കണ്ടതു നന്നായി. ഗിരിയെ അറിയില്ലേ സച്ചു? നീ പറഞ്ഞ അറിവുണ്ട്. ഇത് ഗിരി, ഇവൻ്റെ സിസ്റ്ററാണ് അവൾ. ഓ, ഏതായാലും ഞാൻ പുറത്ത് അറിയിക്കുന്നില്ല. ഇങ്ങനത്തെ കേസ് വന്നാൽ വേഗം പോലീസിനെ അറിയിക്കേണ്ടതാണ്. സൺഡേ ആയതുകൊണ്ട് സ്റ്റാഫ് കുറവാണ്. അത് നന്നായി. ആദി, ഞാൻ അയാളെ കൺട്രോൾ ആക്കാനുള്ള മരുന്ന് നൽകിയിട്ടുണ്ട്. അവളെ വേഗം ഇവിടെ നിന്ന് മാറ്റണം. ഇതിൻ്റെ ബാക്കിൽ വലിയ ഗാങ് തന്നെ ഉണ്ടാകും. ഐറ്റം കിട്ടിയ ഉറവിടം പുറത്തറിയാതിരിക്കാൻ വേണ്ടി സെല്ലർ എന്തും ചെയ്യും. അത് സച്ചു, ഈ അവസ്ഥയിൽ ഞങ്ങൾ എവിടേക്ക് മാറ്റും? സച്ചു കുറച്ച് നേരം ആലോചിച്ചു ഇരുന്നു. ആദി, എൻ്റെ ഫ്രണ്ട് ഡോക്ടർ റോഷൻ, അവൻ ഈ വിഷയത്തിൽ MD കഴിഞ്ഞതാണ്. അവൻ ഇങ്ങനെ ഉള്ളവർക്കായി ഒരു ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ. അവനോട് ഞാനൊന്ന് സംസാരിക്കട്ടെ. ഏതായാലും ഈ വിവരം ഞാൻ രഹസ്യമാക്കി വെക്കാം. പിന്നെ നിങ്ങളും ഫ്ലാഷ് ആക്കരുത്. എൻ്റെ ജോബിനെ അത് ബാധിക്കരുത്. ഓക്കെ? ഇല്ലടാ, ഞങ്ങൾ 2 പേർക്കല്ലേ അറിയൂ ഇപ്പോൾ. വീട്ടിലുള്ളവരെ അവരെ അറിയിക്കാതെ ശ്രദ്ധിക്കാൻ നോക്കാം. എന്നാൽ ശരി ആദി. ഓക്കെ ഗിരി,
താൻ അപ്സെറ്റ് ആവാതെ ചികിത്സിച്ച് മാറ്റാൻ പറ്റും ഇതൊക്കെ. ഓക്കെ, ഞാൻ റോഷനുമായി കോണ്ടാക്റ്റ് ചെയ്യട്ടെ. അതിനനുസരിച്ച് സ്പീഡാക്കാം കാര്യങ്ങൾ. ഓക്കെ സച്ചു. അവർ ക്യാമ്പിൽ നിന്നും ഇറങ്ങിയതും സച്ചു റോഷന് കോൾ ചെയ്തു. പിന്നെ എല്ലാം പെട്ടെന്ന് തന്നെ ആയിരുന്നു. ഗായത്രിക്കുള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാം രഹസ്യമായി റോഷൻ്റെ നിയന്ത്രണത്തിൽ ചെയ്തു. ആദിയും ഗിരിയും ലക്ഷ്മണും കൂടെ ബാംഗ്ലൂരിലേക്ക് യാത്രയായി. ഇവരെ കൂടാതെ സൂര്യവർമ്മക്കും ജിത്തുവിനും രവിക്കും മാത്രമേ ഗായത്രിയുടെ യഥാർത്ഥ അസുഖം അറിയുകയുള്ളൂ. പെണ്ണുങ്ങളെല്ലാം അവർക്ക് ഡിപ്രഷൻ കൊണ്ട് വിഷം കഴിച്ചതാണെന്നും പുറത്ത് അറിയിച്ചാൽ ആത്മഹത്യാ കേസ് പോലീസ് ഫയൽ ചെയ്യുമെന്നും അറിഞ്ഞ് അവരെ ഭയപ്പെടുത്തിയിരുന്നു. ആദിയും ഗിരിയും ഈ കാര്യത്തിൻ്റെ തിരക്കിലായിരുന്നു. ഒരാഴ്ചയോളം ബാംഗ്ലൂരിൽ തങ്ങേണ്ടി വന്നു. അവസരം കിട്ടിയപ്പോൾ ആദി ഗൗരി പറഞ്ഞ കാര്യം ഗിരിയെ അറിയിച്ചിരുന്നു. ഗിരി വിളിച്ചു പറഞ്ഞതനുസരിച്ച് മാളു ഗായത്രിയുടെ റൂം പരിശോധിച്ച് അത് സത്യമായിരുന്നു എന്ന് ഉറപ്പാക്കുകയും ചെയ്തു. അവളുടെ റൂമിൽ നിന്ന് സംശയം തോന്നിയതെല്ലാം മാളു അമ്മമാരെ കാണിക്കാതെ മാറ്റിവെച്ചു. പലതരം മരുന്നും സിറിഞ്ചുകളും മറ്റും കിട്ടിയിരുന്നു.